നമ്മൾ വിചാരിക്കുന്നതിനും അപ്പുറമുള്ള കാര്യങ്ങൾ ചെയ്യാൻ കെൽപ്പുള്ള ഒരു സൂപ്പർ ഹീറോ തന്നെയാണല്ലേ നമ്മുടെ ശരീരം. ഒരു സ്വിമ്മിംഗ് പൂള് നിറയ്ക്കാൻ ആവശ്യമുള്ള വെള്ളത്തിന്റെ അത്രയും രക്തം ഒരു ദിവസം നമ്മുടെ ഹാർട്ട് പമ്പ് ചെയ്യുന്നുണ്ടെന്ന് നിങ്ങൾക്കറിയാമോ? കൂടുതൽ പേർക്കും അറിയാൻ വഴിയില്ല. എന്നാൽ കേട്ടോളൂ, ഇതുപോലുള്ള നിങ്ങളെ ഞെട്ടിക്കുന്ന വിധമുള്ള കുറച്ച് ഫാക്സുകളാണ് ഇനി പറയാൻ പോകുന്നത്. വീഡിയോയിലേക്ക് കടക്കും മുൻപ് ഈ ചാനൽ നിങ്ങൾ ആദ്യമായാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. അപ്പൊ നമുക്ക് നമ്മുടെ ശരീരത്തെ കുറിച്ചുള്ള ടോപ്പ് 10 ഫാക്ട്സ് എന്തൊക്കെയെന്ന് നോക്കാം. ആദ്യത്തെ ഫാക്ട് നോക്കാം. നമ്മൾ ജനിക്കുമ്പോൾ ഏകദേശം 300 അസ്ഥികളാണ് കുഞ്ഞുങ്ങളായ നമുക്കുണ്ടാവുക. എന്നാൽ നമ്മൾ വളരും തോറും അവയിൽ ചിലത് ഒരുമിച്ച് ചേരുകയും മുതിർന്നവർക്ക് വെറും 206 അസ്ഥികൾ മാത്രമായി ചുരുങ്ങുകയും ചെയ്യും. നമ്മുടെ ശരീരത്തിലെ ഏറ്റവും വലിയ അസ്ഥി ഏതാണെന്നറിയാമോ? അത് തുടയലാണ്. അതുപോലെ ഏറ്റവും ചെറിയ അസ്ഥി ചെവിയിലെ ടേപ്പിസ് എന്ന് വിളിക്കുന്ന അസ്ഥിയാണ്. ചെറുതു മുതൽ വലുതു വരെയുള്ള ഈ അസ്ഥികൾ ശരീരത്തെ പിന്തുണയ്ക്കുക മാത്രമല്ല, കാൽഷ്യം പോലുള്ള ധാതുക്കൾ നമ്മളിൽ സംഭരിക്കാൻ സഹായിക്കുകയും ചെയ്യുന്നുണ്ട്. അടുത്തതായി പറയാനുള്ളത് നമ്മുടെ രക്തക്കുഴലുകളെ പറ്റിയുള്ള ഒരു ഫാക്റ്റാണ്. നമ്മുടെ ശരീരത്തിൽ 1,00,000 മൈൽ വരെ നീളമുള്ള രക്തക്കുഴലുകളുണ്ട്. ഭൂമിയെ 4 തവണ വലം വെക്കാൻ ഇത് മതിയാകും. ഈ രക്തക്കുഴലുകൾ നമ്മൾ ഉറങ്ങുമ്പോഴും ഉണർന്നിരിക്കുമ്പോഴും എല്ലാ സമയങ്ങളിലും നിർത്താതെ പ്രവർത്തിക്കുന്നവയാണ്. മൂന്നാമത്തെ ഫാക്ട് നോക്കാം. മനുഷ്യന്റെ മസ്തിഷ്കത്തിന് ശരീരഭാരത്തിന്റെ 2% മാത്രമാണുള്ളത്. എന്നാൽ അത് നമ്മളുടെ ഓക്സിജന്റെയും രക്തത്തിന്റെയും 20% ഉപയോഗിക്കുന്നുണ്ട്. ഇവിടെയുള്ള ഒരു രസകരമായ ഫാക്ട് എന്തെന്നാൽ ശരീരത്തിലെ എല്ലാ വേദനാ സിഗ്നലുകളും പ്രോസസ്സ് ചെയ്യുന്നുണ്ടെങ്കിലും മസ്തിഷ്കത്തിന് വേദന അനുഭവപ്പെടേയില്ല. അതുപോലെ ഊർജം ഏറ്റവും ആവശ്യമുള്ള അവയവം കൂടിയാണിത്. അതിനാൽ ഓരോ ബുദ്ധിപരമായ നീക്കങ്ങൾക്ക് വേണ്ടിയും ആരോഗ്യകരമായ ഭക്ഷണങ്ങളും ധാരാളം വിശ്രമവും കൊടുത്ത് നിങ്ങളുടെ ബ്രെയിനിനെ സുരക്ഷിതമായിട്ട് സംരക്ഷിക്കുക. അടുത്ത ഫാക്ട് നോക്കാം. ഓരോ സെക്കൻഡിലും നമ്മളുടെ ശരീരം 25 ദശലക്ഷം പുതിയ കോശങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. ഇത് ചില രാജ്യങ്ങളിലെ ജനസംഖ്യയേക്കാൾ വളരെ കൂടുതലാണ്. നിങ്ങളുടെ ചർമ്മത്തെ നന്നാക്കുന്നത് മുതൽ പുതിയ രക്തകോശങ്ങൾ വളർത്തുന്നത് വരെ നീളുന്ന ഇതിന്റെ പ്രവർത്തനങ്ങൾ നിങ്ങളെ ആരോഗ്യത്തോടെ നിലനിൽക്കാൻ സഹായിക്കും. മനുഷ്യ ശരീരം ഒരു കോൺസ്റ്റന്റ് ആയ കൺസ്ട്രക്ഷൻ സോൺ പോലെയാണ്. അത് എല്ലായ്പ്പോഴും സ്വയം നിർമ്മിക്കുകയും പുതുക്കുകയും ചെയ്തുകൊണ്ടേയിരിക്കും. അടുത്തതായി പറയാൻ പോകുന്നത് 7 ദശലക്ഷത്തിലധികം വ്യത്യസ്ത നിറങ്ങൾ കാണാൻ കഴിവുള്ള നമ്മളുടെ കണ്ണുകളെ പറ്റിയാണ്. മിക്ക ക്യാമറകൾക്കും പകർത്താൻ പോലും കഴിയാത്ത ഷെയ്ഡുകളിലെ ചെറിയ വ്യത്യാസങ്ങൾ പോലും നമ്മളുടെ കണ്ണുകൾക്ക് കാണാനാകും. നിരന്തരം അഡ്ജസ്റ്റ് ചെയ്തുകൊണ്ട് ലൈറ്റിന്റെ മാറ്റങ്ങളുമായി പൊരുത്തപ്പെട്ട് ഇരുട്ടത്തും ബ്രൈറ്റായ സൂര്യപ്രകാശത്തിൽ പോലും കാഴ്ചകൾ കാണാൻ നമ്മളെ കണ്ണുകൾ സഹായിക്കും. ആറാമതായി പറയാനുള്ളത് ഒരു ലീവ് പോലും എടുക്കാതെ ജീവിതത്തിന്റെ മുഴുവൻ സമയവും വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു തൊഴിലാളിയെ പറ്റിയാണ്. അത് മറ്റാരുമല്ല, നമ്മുടെ ഹൃദയം തന്നെയാണ്. ഇതൊരു ദിവസം ഏകദേശം 1,15,000 തവണ ഇടിക്കുകയും ഏകദേശം 8,000 ലിറ്റർ രക്തം പമ്പ് ചെയ്യുകയും ചെയ്യും. ഒരു ചെറിയ സ്വിമ്മിംഗ് പൂള് നിറയ്ക്കാൻ ഇത്രയും രക്തം മതി. ഉറങ്ങുമ്പോഴും നിങ്ങളെ ജീവനോടെ നിലനിർത്താൻ കഠിനമായി പരിശ്രമിക്കുന്ന, ഒരിക്കലും ക്ഷീണിക്കാത്ത ഒരേ ഒരു മസിൽ കൂടിയാണിത്. അടുത്ത ഫാക്ട് നോക്കാം. ഒരു ഭാഗം നഷ്ടപ്പെട്ടാൽ വീണ്ടും വളരാൻ കഴിയുന്ന നമ്മുടെ ശരീരത്തിലെ ഒരേ ഒരു അവയവമാണ് കരൾ. പകുതിയോളം കേടുവന്നാലും ഏതാനും ആഴ്ചകൾക്കുള്ളിൽ അതിന് പൂർണ്ണ വലുപ്പത്തിൽ വളരാൻ കഴിയും. നമ്മളുടെ ശരീരത്തെ വിഷവിമുക്തമാക്കുന്നതിൽ കരളിന് വലിയൊരു പങ്കുണ്ട്. അതിനാൽ നമ്മളെ ആരോഗ്യകരമായി നിലനിർത്താൻ ഇത് എപ്പോഴും പ്രവർത്തിക്കും. അടുത്ത ഫാക്ട് നോക്കാം. നമ്മളുടെ ശരീരത്തിന്റെ ഗന്ധം നമ്മുടെ വിരലടയാളം പോലെ വളരെ യുണീക്കാണ്. ഐഡന്റിക്കൽ ട്വിൻസിനൊഴികെ 2 ആളുകൾക്ക് ഒരിക്കലും ഒരേ മണം അനുഭവപ്പെടില്ല. ഇത് നിങ്ങളുടെ ശരീരത്തിന്റെ ഒരു പേഴ്സണൽ ഐഡന്റിറ്റി കാർഡ് പോലെയാണ്. നമ്മുടെ ഗന്ധം മെമ്മറിയുമായി ബന്ധപ്പെട്ടിരിക്കുന്ന ഒന്നാണ്. അതിനാൽ തന്നെ പല മണങ്ങളും നിങ്ങളെ പ്രിയപ്പെട്ട സ്ഥലത്തെയോ പ്രിയപ്പെട്ട ഒരാളെയോ ഓർമ്മിപ്പിച്ചേക്കാം. അടുത്തതായി പറയാനുള്ളത് നമ്മുടെ നാക്കിനെ പറ്റിയാണ്. ശരീരത്തിലെ ഏറ്റവും ശക്തമായ പേശിയാണ് നാവ്. സംസാരിക്കാനും ചവയ്ക്കാനും ഭക്ഷണം ആസ്വദിക്കാനും ഇത് നമ്മളെ സഹായിക്കുന്നു. നിങ്ങൾ ഉറങ്ങുമ്പോൾ പോലും ഇത് പ്രവർത്തിച്ചുകൊണ്ടേയിരിക്കും. വളരെ വഴക്കമുള്ള നാവിന്റെ പേശികൾ വാക്കുകൾ രൂപപ്പെടുത്താനും പാടാനും
ഭക്ഷണം വിഴുങ്ങാനും നമ്മളെ സഹായിക്കും. ദഹനത്തിന് ആവശ്യമായ ഉമിനീർ ഉൽപ്പാദിപ്പിക്കുകയും നിങ്ങളുടെ വായ വൃത്തിയായി സൂക്ഷിക്കുകയും ചെയ്യുന്ന ഒരു പ്രധാന ഘടകമാണ് നാവ്. അടുത്തതായി പറയാനുള്ളത് നമ്മളിലെ ജലത്തെ പറ്റിയാണ്. നമ്മളുടെ ശരീരത്തിന്റെ 60% വെള്ളമാണ്. അതുകൊണ്ടാണ് ജലാംശം നിലനിർത്തുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമായത്. വെള്ളമില്ലാതെ നിങ്ങളുടെ ശരീരത്തിന് ശരിയായി പ്രവർത്തിക്കാനേ കഴിയില്ല. അതായത് നിങ്ങളെ ജീവനോടെ നിലനിർത്തുന്നതിൽ പ്രധാന പങ്ക് വഹിക്കുന്ന ഒന്നാണ് ജലം. പോഷകങ്ങൾ കൊണ്ടുപോകാനും താപനില നിയന്ത്രിക്കാനും നിങ്ങളുടെ സന്ധികളെ സംരക്ഷിക്കാനും വെള്ളം സഹായിക്കും. അതുകൊണ്ട് വെള്ളം കുടിക്കാൻ മടിയുള്ളവരൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. ആവശ്യത്തിന് വെള്ളം കുടിച്ചില്ലെങ്കിൽ പണിയും എത്തും. അപ്പോ ഇതൊക്കെയാണ് മനുഷ്യ ശരീരത്തെ പറ്റിയുള്ള ടോപ്പ് 10 ഫാക്ട്സ്. നമ്മുടെ ശരീരം ഒരു മാസ്റ്റർ പീസ് ഐറ്റം തന്നെയാണല്ലേ. എന്തൊക്കെയാ ഈ കൊച്ചു ശരീരത്തിൽ നടക്കുന്നേ? ഇതിൽ ഏത് ഫാക്റ്റാണ് നിങ്ങളെ ഏറ്റവും അത്ഭുതപ്പെടുത്തിയത് എന്ന് കമന്റ് ചെയ്യണേ. കൂടുതൽ രസകരമായ വീഡിയോകൾക്കായി ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. അപ്പോ അടുത്തൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ഗുഡ് ബൈ.